കുട്ടികളെല്ലാം നിവർന്നിരിക്കുക. ഇവിടുന്ന് ജപിക്കുന്ന നാമം ഏറ്റു ജപിക്കാം. ജപിച്ചോളൂ. ഇവിടെ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാവർക്കും ഈ നാമജപത്തിൽ പങ്കെടുക്കാം. ഗുരുനാഥൻ, ഉറക്കെ ജപിക്കൂ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ശ്രീനാരദമുനിശ്രേഷ്ഠ നാമപാരായണപ്രിയ ഏതൽ സങ്കീർത്തനേന ഏവ മദജ്ഞാനം വിനാശയ. നാരായണ 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 കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമ 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 രാമ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഇത്രയും നാമജപം. ഇനി എല്ലാവരും നിവർന്നിരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ, വിദ്യാഗോപാല പൂജ ആണ്. അപ്പോ ഈ ദീപത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിദ്യാഗോപാല മൂർത്തി എന്ന ഭാവത്തെ
ആവാഹിച്ച് പൂജിച്ച് വിദ്യാഗോപാല മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യും. അങ്ങനെ അർച്ചന ചെയ്യുന്നതോടുകൂടി പൂജ അവസാനിക്കും. അത് കഴിഞ്ഞ് ഒരു അല്പസമയം നമ്മളിവിടെ കണ്ണുപൂട്ടിയിരിക്കും, ഒരു ചെറിയ മെഡിറ്റേഷൻ. അത് കഴിഞ്ഞാൽ പൂജ അവസാനിക്കും, എഴുന്നേക്കാം. ഇത്രയുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ക്ഷേത്രത്തിലും പൂജ വീട്ടിലുമൊക്കെ ചെയ്യുന്ന പൂജയുടേത് പോലെയുള്ള സാങ്കേതികമായ കാര്യങ്ങളൊന്നുമില്ലാതെയുള്ള സങ്കല്പം അനുസരിച്ചുള്ള പൂജയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ പൂജ ചെയ്യുമ്പോൾ ആദ്യം ഗുരു ഗണപതി വന്ദനമാണ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും കണ്ണടച്ചോളൂ, കൈകൂപ്പൂ. എന്നിട്ട് ഗുരുനാഥനെ മനസ്സിൽ സങ്കല്പിക്കാം. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ഭഗവാൻ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ. ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച ശേഷം ജപിക്കൂ. ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിന്റെ കാൽക്കൽ നമസ്കരിച്ചു എന്ന് വിചാരിക്കൂ. ഇനി കണ്ണു തുറക്കണ്ട, ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കൂ. ഗണപതി ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. രണ്ടു ഭാഗത്തും നിലവിളക്കൊക്കെ കാണാൻ ധാരാളമായിട്ടുണ്ട്. ഭഗവാന്റെ വലിയ ചെവി, തുമ്പിക്കയ്യ്, കൊമ്പ് ഇതൊക്കെ മനസ്സിൽ സങ്കല്പിക്കുക. ആ ഭഗവാന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. ജപിക്കൂ. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ഥ ജംബൂഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ആ ഗണപതി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു എന്ന് വിചാരിക്കൂ. ഏത്തട്ടു എന്ന് വിചാരിക്കൂ. ഇനി നമ്മുടെ ക്ഷേത്രനാഥനായിരിക്കുന്ന ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. ആ ശ്രീകോവിലിന്റെ തൊട്ടു മുമ്പിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കൂ. രണ്ടു ഭാഗത്തും തൂക്കുവിളക്കുകൾ ഇങ്ങനെ കാണാനുണ്ട്. മുമ്പിൽ വിളക്കുകൾ എരിയുന്നു. ആ അതിസുന്ദരമായിട്ടുള്ള വിഗ്രഹത്തിൽ ധാരാളം മാലകൾ ചാർത്തിയിരിക്കുന്നു. ആ ഭഗവാനെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇരിക്കൂ. ജപിക്കൂ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോ ദിശം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. സരസ്വതി ദേവിയെ മനസ്സിൽ സങ്കല്പിക്കൂ. വിദ്യയുടെ ദേവതയായിരിക്കുന്ന സരസ്വതി ദേവിയെ മനസ്സിൽ സങ്കല്പിക്കൂ. ജപിക്കൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശരി, ഇനി കണ്ണുകൾ തുറക്കൂ. വലതുവശത്തുള്ള ഇലയിലെ പൂക്കൾ ഒരു പൂവ് എടുക്കും. ആ പൂക്കളിൽ നിന്നും ഒരു പൂവ് എടുക്കാം. നിവർന്ന് തന്നെ ഇരിക്കൂ. പൂ എടുക്കാൻ നിവർന്നിരിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കൂ. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് പൂജ ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം ഭഗവാന് പീഠപൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂവ് നിലവിളക്ക് വെച്ച ഇലയിൽ വിളക്കിനോട് ചേർത്ത് ഭക്തിപൂർവം അവിടെ വെക്കൂ. ചെയ്തോളൂ. ഇങ്ങനെ വെക്കൂ എന്നുള്ളതിന് ഇനി പറയാ സമർപ്പിക്കൂ എന്നാണ്. സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ പൂവ് വലത് കൈകൊണ്ട് അവിടേക്ക് സമർപ്പിക്കണം. ശരി, ഇനി തുളസി ഉൾപ്പെടെ 2 or 3 പൂക്കൾ എടുക്കൂ. തുളസി ഉൾപ്പെടെ 2 or 3 പൂക്കൾ എടുക്കാം. 2 കൈയിലും ചേർത്ത് പിടിച്ച് നേരത്തേത് പോലെ തൊഴുതിരിക്കൂ. നിവർന്നിരിക്കൂ. കണ്ണുകൾ അടയ്ക്കൂ.
ആവാഹനയാണ് ചെയ്യാൻ പോകുന്നത്. ആവാഹിക്കുന്നത് ഏതെങ്കിലും അന്യമായ ഒരു ലോകത്തിൽ നിന്നല്ല. നോക്കൂ, നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഭഗവാൻ ഇരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആണ് എന്നതല്ല, മറിച്ച് എല്ലാറ്റിൻ്റെ ഉള്ളിലും ഭഗവാൻ കുടികൊള്ളുന്നു. നമ്മുടെ ഉള്ളിലും ഭഗവാൻ കുടികൊള്ളുന്നു. നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം ഉണ്ട്. അപ്പൊ കണ്ണുകളടയ്ക്കാം. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധാപൂർവം ഏറ്റു പറയാം. അതൊക്കെ എൻ്റെ ഉള്ളിൽ ആത്മപ്രകാശമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്നും ഒരംശത്തെ ഈ ദീപത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിദ്യാഗോപാലമൂർത്തി എന്ന ഭാവത്തിൽ ആവാഹിക്കുന്നു ആവാഹിക്കുന്നു ആവാഹിക്കുന്നു. ആ കൈകൾ പതുക്കെ മൂക്കിന്റെ അവിടെ വരെ ഉയർത്തു. പുറത്തേക്ക് പോകുന്ന ശ്വാസം തൊഴുതിട്ട് തന്നെ ഇരിക്കണം. പുറത്തേക്ക് പോകുന്ന ശ്വാസം ആ പൂക്കളിലേക്ക് വന്നു എന്ന് മനസ്സിലാവില്ലേ? അങ്ങനെ മനസ്സിലായാൽ കണ്ണുകൾ തുറന്ന് പൂക്കൾ നേരത്തെ സമർപ്പിച്ച സ്ഥലത്ത് സമർപ്പിക്കാം. വിളക്കിന്റെ ചോട്ടിലേക്ക് സമർപ്പിക്കാം. എത്തുന്നില്ലെങ്കിൽ കുറച്ച് നീങ്ങിയിരിക്കാം. വിളക്ക് നീക്കരുത്, നിങ്ങൾ കുറച്ചും കൂടി നീങ്ങിയിരുന്നോളൂ. ശരി, ഇനി തുളസി ഉൾപ്പെടെ 2-3 പൂ എടുക്കൂ. ആവാഹന കഴിഞ്ഞാൽ അടുത്തത് പൂജയാണ്. പ്രാർത്ഥിക്കൂ. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് മൂർത്തി പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂക്കൾ സമർപ്പിക്കാം. മൂർത്തി പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. ഇനി തുളസി ഉൾപ്പെടെ 1-2 പൂക്കൾ എടുക്കാം. നിവേദ്യം സമർപ്പണമാണ് ഇനി. അപ്പോ പ്രാർത്ഥിച്ചോളൂ. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് പ്രിയപ്പെട്ട എല്ലാ നിവേദ്യങ്ങളും ഭക്തിപൂർവം സമർപ്പിക്കുന്നു. ആയില്ല, മനസ്സിൽ സങ്കല്പിക്കൂ. പാൽപായസം, നെയ്പായസം, ത്രിമധുരം, കദളിപ്പഴം, തേന്, വെണ്ണ, ഇങ്ങനെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കും. സമർപ്പിച്ചോളൂ. നിവേദ്യം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലൊക്കെ പൂജ ചെയ്ത സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിവേദ്യം തിടപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി വെച്ച ശേഷം അകത്തേക്ക് പോയി തിരുനട അടച്ച് അവിടെ പൂജ നടക്കും. പൂജയുടെ ആ ഭാഗത്തിന്റെ പേര് പ്രസന്ന പൂജ എന്നാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജയിൽ പ്രസന്ന പൂജയുടെ സമയമാണ്. അപ്പൊ പൂക്കളെടുക്കൂ, കുറച്ച് പ്രാർത്ഥിക്കൂ. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് പ്രസന്ന പൂജ ചെയ്യുന്നു സങ്കല്പിച്ച് സമർപ്പിക്കും. ഇനി കുറച്ച് പൂവെടുക്കാം. 1-2 പൂക്കൾ എടുത്തിട്ട് പൂജയിൽ ഉപയോഗിച്ച മന്ത്രങ്ങളെല്ലാം ചൊല്ലി ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി ഉണ്ടാവും. ഈ പുഷ്പാഞ്ജലി സമയത്താണ് നമ്മൾ റെസീറ്റാക്കി സമർപ്പിക്കുന്ന റെസീറ്റ് നോക്കി നമ്മളെ പേരിലുള്ള അർച്ചനകളൊക്കെ ചെയ്യാം. സഹസ്രനാമം, അതുപോലെ വേദസൂക്തങ്ങൾ, പുരുഷ സൂക്തം മുതലായ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഈ സമയത്ത് ക്ഷേത്രത്തിൽ പൂജാവേളയിൽ പുഷ്പാഞ്ജലി നടക്കും. ഇപ്പൊ നമ്മുടെ പൂജയില് ഇപ്പൊ പുഷ്പാഞ്ജലിയുടെ സമയമാണ്. പ്രാർത്ഥിക്കൂ. ഞാൻ ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂക്കൾ സമർപ്പിക്കും. ഇനി എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കും. ഇനിയാണ് ഒരു വിശേഷ മന്ത്രം കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യാൻ പോകുന്നത്. വിദ്യാഗോപാല മന്ത്രമാണ് ചൊല്ലാൻ പോകുന്നത്. അപ്പൊ ആ മന്ത്രം ഇപ്പൊ ഏറ്റു ചൊല്ലണ്ട, കേട്ടാൽ മാത്രം മതി. 4 വരിയാണ് ആ മന്ത്രത്തിനുള്ളത്. അത് ഓരോ വരിയായിട്ട് ചൊല്ലും, അതിന്റെ അർത്ഥവും പറഞ്ഞു തരും ഇപ്പൊ. കാരണം എല്ലാ ഗ്രന്ഥങ്ങളിലും മിക്കവാറും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാം ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഇപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞൊരു വാക്യാണ്, ജ്ഞാത്വാ കർമ്മ വിധാനോക്തം കർമ്മ കർത്തുമിഹർഹസി.
എന്ത് ചെയ്യുമ്പോഴും അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല, വിശ്വാസം മാത്രം മതി എന്നല്ല നമ്മുടെ ആചാര്യന്മാരെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ മന്ത്രം ഇപ്പൊ ചൊല്ലുന്നു, അത് അർത്ഥം രണ്ടാമതായിട്ട് പറയും, അത് ശ്രദ്ധിച്ച് കേൾക്കാം. അതിനുശേഷമാണ് അർച്ചന ആരംഭിക്കുക. ശരി, 4 വരിയാണ് മന്ത്രത്തിനുള്ളത്. ഒരു വരി ആദ്യം ചൊല്ലുന്നു. ഒന്നാമത്തെ വരി കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. രണ്ടാമത്തെ വരി സർവജ്ഞ ത്വം പ്രസീദമേ. മൂന്നാമത്തെ വരി രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഇങ്ങനെയാണ് മന്ത്രം. അപ്പൊ ഓരോ വരിയായിട്ട് നോക്കാം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണ എന്നുള്ളത് ഭഗവാന്റെ പേരാണ്. ഹരേ എന്ന് വിളിക്കാൻ കാര്യം ഹരി എന്ന് ഭഗവാൻ ഒരു പേരുണ്ട്. ഹരി എന്ന വാക്കിന്റെ അർത്ഥം കുറയ്ക്കുന്നവൻ എന്നാണ്. എന്തൊക്കെയാ കുറയ്ക്കുക? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ആശങ്കകളും ഉത്കണ്ഠകളും ഭയങ്ങളും ടെൻഷനും ഒക്കെ കുറച്ച് നമ്മളെ സന്തോഷത്തോടെ ജീവിക്കാൻ പ്രാപ്തനാക്കി തീർക്കുന്ന ഒരാളാണ് ഭഗവാൻ. ഒരു ശക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് പേര് വരുന്നു ഹരി. അപ്പൊ ഒന്നാമത്തെ വരിയിൽ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ, ഭഗവാനെ വിളിക്കുകയാണ്. രണ്ടാമത്തെ വരി സർവജ്ഞ ത്വം പ്രസീദ മേ. അർത്ഥം സർവജ്ഞനാണ് ഭഗവാൻ. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ. എല്ലാം അറിയുന്ന ഒരാളടുത്ത് പോയാൽ എല്ലാ വിദ്യകളും മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു വിദ്യ മാത്രം അറിയുന്ന ഒരാളടുത്ത് പോയാൽ അതുമാത്രം പഠിക്കാം. അപ്പൊ ഭഗവാനെ നമ്മൾ ആശ്രയിക്കാൻ കാര്യം ഭഗവാൻ സർവജ്ഞൻ ആണ്. സർവജ്ഞ ത്വം, ബാക്കിന്റെ അർത്ഥം നീ എന്നാണ്. പക്ഷെ ഭഗവാനോടാവുമ്പോൾ അവിടുന്ന് ഭഗവൻ. മേ, എന്നിൽ പ്രസീദ, പ്രസാദിക്കൂ. അപ്പൊ രണ്ടാമത്തെ വരി പറഞ്ഞു സർവജ്ഞനായ ഭഗവാൻ എന്നിൽ പ്രസാദിക്കൂ. മൂന്നാമത്തെ വരി രമാ രമണ വിശ്വേശ. രമയുടെ രമണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ പതി, ഭർത്താവ്. ഇതാണ് മഹാവിഷ്ണു ഭഗവാന്റെ ഒരു ഭാവം. അതുകൊണ്ട് തീർന്നില്ല. ലക്ഷ്മിയുടെ ഭർത്താവ് മാത്രമല്ല, വിശ്വേശൻ. വിശ്വം എന്താർത്ഥം? വിശ്വം, വിശ്വം. കുട്ടികൾ ആരും അറിയില്ല. വിശ്വം, വിശ്വം എന്താർത്ഥം? ശരി, കുഴപ്പമില്ല. ഇപ്പൊ കേൾക്കൂ, എനിക്ക് ചോദിച്ചാൽ പറയണം. കൊണ്ട് നോക്കൂ. വിശ്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം ലോകം. പറയൂ, ഉറക്കെ പറയൂ, കുറച്ചുകൂടി ഉറക്കെ. വിശ്വം. അപ്പൊ വിശ്വം ലോകം, വിശ്വം ലോകം. ഈശനം പരിപാലനം. ഈശ്വരൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പരിപാലനം. അപ്പൊ വിശ്വേശൻ എന്ന് പറഞ്ഞാലോ വിശ്വത്തെ പരിപാലിക്കുന്ന ശക്തിയാണ് ഭഗവാൻ. ഇപ്പൊ 2 കാര്യം പറഞ്ഞു. ലക്ഷ്മിയുടെ ഭർത്താവാണ്, ഒപ്പം ലോകത്തിന്റെ തന്നെ നിയന്ത്രണം ഭഗവാന്റെ കയ്യിലാണ്. മൂന്നാമത്തെ വരി കഴിഞ്ഞു. നാലാമത്തെ വരി ഇങ്ങനെ എല്ലാം ഇരിക്കുന്ന ഭഗവാനോട് നമ്മൾ പറയാൻ പോവാണ് വിദ്യാം ആശു പ്രയച്ഛ മേ. എനിക്ക് എത്രയും പെട്ടെന്ന് വിദ്യ നൽകി അനുഗ്രഹിച്ചാലും. കാരണം വിദ്യ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ, അറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട. കാര്യം അറിവില്ലാത്തതുകൊണ്ടാണ് ദുഃഖിക്കുന്നത്. അറിവുണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ വഴിയിൽ നമ്മൾ ഉയർന്നു വരും. അപ്പൊ അറിവ് ഏറ്റവും പ്രധാനമാണ്. ഇതാണ് നമ്മളുടെ മന്ത്രം. അപ്പോ കൃഷ്ണ കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പൂവെടുക്കണം. പ്രയച്ഛമ എന്ന് കേൾക്കുമ്പോൾ അർപ്പിക്കണം. ഇങ്ങനെ 21 അർച്ചനയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒന്നുകൂടി പറയാം. കൃഷ്ണ കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പൂവെടുക്കുക, ഏറ്റു ചൊല്ലുക. ഓരോ വരിയായിട്ട് ചൊല്ലും, അത് ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുക. പ്രയച്ഛമേ എന്ന് കേൾക്കുമ്പോൾ ആ പൂവ് അർപ്പിക്കുക. ഓരോ പൂവ് മാത്രമായിട്ട് എടുക്കുക. ഒരുപാട് പൂവ് എടുത്തു കഴിഞ്ഞാൽ വേഗം തീർന്നു പോകും. ശരി, ചെയ്തോളൂ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. ഉറക്കെ ജപിക്കൂ. സർവജ്ഞ ത്വം പ്രസീദമേ. എന്താ സംശയിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഉറക്കെ ജപിക്കൂ. സർവജ്ഞ ത്വം പ്രസീദമേ. രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. അർപ്പിക്കാം. ഇനി പറയില്ല. കൃഷ്ണ കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ പൂവെടുക്കാം. 1 2 പൂവ് മാത്രമേ എടുക്കാവുള്ളൂ. അത് പൂവെടുത്ത ശേഷം സംശയമില്ല, കണ്ണടയ്ക്ക, ഉറക്ക ജപിക്കുക. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്?
ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൂജ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുവോ തെറ്റിപ്പോവോ എന്നുള്ള ഒരു ചിന്തയും വേണ്ട, ഉറക്കെ ജപിച്ചോളൂ. പതുക്കെ ജപിച്ചാലും ഭഗവാൻ കേൾക്കാണ്ടിരിക്കുകയൊന്നുമില്ല, അതെനിക്കും അറിയാം. പക്ഷെ കുറച്ച് ഉറക്കെ ജപിച്ചാൽ അത്രയെങ്കിലും മനസ്സ് ആ സമയത്ത് ഏകാഗ്രമായി നിൽക്കും. അതുകൊണ്ട് സംശയിക്കേണ്ടതില്ല, ഉറക്കെ ജപിച്ചോളൂ, ആരും ഒന്നും പറയില്ല. ശരി, ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കാം. കൃഷ്ണ കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ പൂവെടുക്കുക, ഉറക്കെ ഏറ്റു ജപിക്കുക, പ്രയച്ഛമേന്ന് കേൾക്കുമ്പോൾ അർപ്പിക്കാം. ശരി. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. പ്രഭുജോളൂ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഏറ്റുജപിക്കാട്ടോ, ഏറ്റുജപിക്കാം. കാരണം ഭഗവാന്റെ മുമ്പിൽ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റുജപിക്കാവുന്നതാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ വിദ്യാമാശു പ്രയച്ഛ മേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ വിദ്യാമാശു പ്രയച്ഛ മേ. 10 അർച്ചനകൾ കഴിഞ്ഞു. ഇനി 11 അർച്ചന കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് ഉറക്ക ജപിക്കൂ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ സർവജ്ഞ ത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ
मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे 18 അർച്ചനകൾ കഴിഞ്ഞു. 3 കൂടി കഴിഞ്ഞാൽ അവസാനിച്ചു. कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण सर्वज्ञ त्वं प्रसीद मे सर्वज्ञ त्वं प्रसीद मे रमा रमण विश्वेश रमारमण विश्वेश विद्यामाशु प्रयच्छ मे विद्यामाशु प्रयच्छ मे അർച്ചന അവസാനിച്ചു. ഒരു പൂവെടുക്കൂ, ഒരു പൂവെടുക്കൂ. പൂ ആർക്കെങ്കിലും തീരെ കുറവുണ്ടോ? കൈവെക്കൂ. പൂ തീരെ കുറഞ്ഞവരുണ്ടെങ്കിൽ കൈവെക്കും. കുറച്ച് പൂ കൊടുക്കുക. ആരെങ്കിലും ഒരു അമ്മ ഏതെങ്കിലും ഒരാൾ എന്നിട്ട് കുറച്ച് പൂ അവർക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ അപ്പുറത്തുള്ള ഇലയിൽ അധികമുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആകെ 3 നല്ല പൂവേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള പൂക്കൾ ഇലയിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കൊടുക്കാം. ഏതെങ്കിലും ഇലയിലെ വലതുവശത്ത് പൂക്കൾ അധികമുണ്ടെങ്കിൽ കുറച്ച് ഇവർക്കൊക്കെ കൊടുക്കാം.
വലതുവശത്തുള്ള ഇലയിലെ പൂവ് വേണമെങ്കിൽ കൊടുക്കാം. കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അധികം ഉണ്ടെങ്കിൽ തീരെ ഇല്ലാത്തവർക്ക് കുറച്ച് പൂ കൊടുക്കാം. ഇതാ കുട്ടി അവിടെ തീരെ ഇല്ലാത്തവർക്ക് കുറച്ച് പൂ കൊടുക്കാം. ഒരു 4-5 പൂ മാത്രമേ ആവശ്യമുള്ളൂ. ശരി, ഒരു പൂ എടുക്കൂ, പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്നാണ്. ആ ഭാവനയിൽ പ്രാർത്ഥിക്കൂ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽ പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ സമർപ്പിക്കും. ഇനി വിളക്കിന്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരിക്കണമെങ്കിൽ നീങ്ങിയിരുന്നോളൂ. 2 കൈയും ആ വിളക്കിന്റെ ചുവട്ടില് തട്ടിപ്പോയൊന്നും പാടില്ല. വിളക്കിന്റെ ചുവട്ടിൽ 2 കൈകളും ചേർത്ത് വെക്കൂ. തിരിച്ചെടുക്കാറായിട്ടില്ല, അവർ തന്നെ വെക്കൂ. വിളക്കിന്റെ ചുവട്ടിൽ പൂക്കൾ അർപ്പിച്ചയിടത്തേക്ക് പതുക്കെ പോയി തൊടൂ. മനസ്സിൽ വിചാരിക്കൂ, ഭഗവാന്റെ കാൽകളിൽ തൊട്ടു എന്ന് വിചാരിക്കൂ. ഇടത്തെ കൈ അവർ തന്നെ ഇരിക്കട്ടെ. വലത്തെ കൈ കൊണ്ട് ഒരു പൂവെടുക്കൂ. വിളക്കിന്റെ ചുവട്ടിൽ നിന്നും ഒരു പൂവ് എടുക്കൂ. വിളക്കിന്റെ ചുവട്ടിൽ നിന്നും ഒരു പൂവ് എടുക്കൂ. ഒന്ന് മണക്കൂ. അത് കളയൂ, ഉപേക്ഷിക്കൂ. പുറത്തേക്ക് മറ്റെവിടെങ്കിലും കളഞ്ഞോളൂ. പുറകിലേക്കോ വശങ്ങളിലേക്കോ കളയാം. തുളസി ഉൾപ്പെടെ 2 തുളസിപ്പൂവ് വിളക്കിന്റെ ചുവട്ടിൽ നിന്നും എടുക്കൂ. 2 കൈയും പിൻവലിക്കൂ. വിളക്കിന്റെ ചുവട്ടിൽ നിന്നും 2 തുളസി എടുത്ത ശേഷം 2 കൈയും പിൻവലിക്കൂ. കൈയെടുത്ത് നേരെ ഇരിക്കൂ. ഇടത്തെ കൈയില്ലേ, അവിടെ വെച്ച കൈയില്ലേ, ആ കൈയെ പുറകെ നമ്മുടെ അടുത്തേക്ക് നീക്കി വെച്ച ശേഷം നിവർന്നിരിക്കൂ. ആൺകുട്ടികൾക്ക് ഈ 2 തുളസിപ്പൂവ് അഥവാ തുളസിയില എന്ന് നമ്മൾ പറയില്ല, തുളസിപ്പൂവ് എന്നാണ് പറയാ. തുളസി അത് ചെവിയിൽ വെക്കാം. നിങ്ങൾ ചെയ്ത പൂജയുടെ പ്രസാദം. പെൺകുട്ടികൾക്ക് അത് മുടിയിൽ ചൂടാം. നിങ്ങൾ ചെയ്ത പൂജയുടെ പ്രസാദം. ശരി, ഇനി ഒന്ന് വലത്തെ കൈ ഒന്ന് നിലത്ത് തൊടൂ. വെറുതെ നിലത്തൊന്ന് തൊട്ടാൽ മതി. നിലത്ത് ഇലയിലല്ല, നിലത്ത്. ശരി, ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. വലതുവശത്തുള്ള ഇലയിലെ പൂവ് മുഴുവനായി എടുത്തോളൂ. അർച്ചിക്കുന്ന ആവശ്യത്തിന് വെച്ചിട്ടുള്ള പൂക്കളില്ലേ, അത് മുഴുവൻ എടുത്തോളൂ. അത് ഇടത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിക്കൂ. ലെഫ്റ്റ് ഹാൻഡ് ഇടത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിക്കൂ. വലത്തെ കൈ കൊണ്ട് വിളക്കിന്റെ ചുവട്ടിൽ നിന്നും 1-2 പൂവ് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കൂ. എല്ലാം കൂട്ടിയെടുത്ത ശേഷം നിവർന്ന് തൊഴുത് ഇരിക്കൂ. സംശയിക്കേണ്ടതില്ല, ഒന്നും കൂടി പറയാം. നിങ്ങൾ ചെയ്ത കാര്യം ഞാൻ ഒന്നുകൂടി പറയാം, ഉറപ്പുവരുത്തിക്കോളൂ. അർച്ചിക്കാൻ ആവശ്യമായ ഇലയിൽ വെച്ച പൂവ് എടുത്തു, അതിടത്തെ കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു. വിളക്കിന്റെ ചുവട്ടിൽ നിന്നും കുറച്ച് പൂവ് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. കൈ കൂപ്പി നിവർന്ന് ഇരിക്കും. കണ്ണടയ്ക്കൂ. ഈ പറയുന്നത് തന്നെ ശ്രദ്ധിക്കൂ. പൂജയുടെ തുടക്കത്തില് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ചൈതന്യത്തെ, ഒരു ശക്തിയെ ഈ ദീപത്തിലേക്ക് ആവാഹിച്ചു എന്ന് പറഞ്ഞില്ലേ? 3 തവണ പറഞ്ഞില്ലേ? ആവാഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ച് ലയിപ്പിക്കാൻ ആ സങ്കല്പത്തോടെ കണ്ണടച്ച് കൈകൾ മൂക്കിന്റെ അവിടെ വരെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ പൂ നന്നായിട്ടൊന്ന് മണക്കൂ. ശരി, ആ പൂവ് വിളക്കിന്റെ ചുവട്ടിലേക്ക് ഉപേക്ഷിക്കും. കഴിഞ്ഞു. ആരെങ്കിലും 2 അമ്മമാര് വന്നിട്ട് ഈ പാത്രം എടുക്കുക. ഈ പാത്രം കൊണ്ട് വിളക്കിന്റെ ചുവട്ടിലുള്ള പൂക്കൾ എടുത്ത് ഇവിടെ സമർപ്പിക്കാം. അതാണ് വേണ്ടത്. 2 പേര് വന്നാൽ സൗകര്യം. വേണ്ടത് ഇതാണ്. കുട്ടികളോട് എടുക്കാനൊന്നും വേണ്ട. നിങ്ങൾ തന്നെ ആ വിളക്കിന്റെ ചുവട്ടിലുള്ള പൂവ് ഈ ബേസിനിലാക്കിയിട്ട് ഇവിടെ വെക്കാം. ശരി, കുട്ടികൾ നിവർന്നിരിക്കൂ. ഒരു 10 മിനിറ്റ് സമയം മിണ്ടാണ്ടിരിക്കാൻ പോവാണ്. ആർക്കെങ്കിലും കാലിന്റെ മുട്ടിന് വേദന വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒട്ടും സംശയമില്ല, കസേരയിൽ മാറിയിരിക്കാം. എഴുന്നേറ്റുള്ളൂ, കസേരയിലേക്ക് മാറിയിരിക്കാം.
കളവ് പറയരുത്, സത്യം പറയാവൂ. വേദന ഉണ്ടെങ്കിൽ ആരോടും ഒന്നും ചോദിക്കേണ്ട, എഴുന്നേറ്റ് എവിടെങ്കിലും കസേരയിൽ പോയി ഇരുന്നാൽ മതി. ഈ പറയുന്നത് കേട്ടിട്ട് അതുപോലെ ചെയ്താൽ മതി. വേദനയായി കൊണ്ട് ഇരിക്കേണ്ടതില്ല. ശരി. അപ്പൊ എന്നാൽ ഇനി എല്ലാവരും നിവർന്നിരിക്കുക. കൈകൾ കാലിന്റെ മുട്ടിലേക്ക് മലർത്തി വെക്കാം. സഹജരോടു ചരാചരത്തോടു കരുണയുള്ളിൽ നിറയണേ. സത്യമോതുവാൻ ശക്തിയേകണേ. സജ്ജനങ്ങൾ കൂട്ടാക്കണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ സകലേശായി കനിയണേ. സത്യമോതുവാൻ ശക്തിയേകണേ. സജ്ജനങ്ങൾ കൂട്ടാകണേ. സുഖദുഃഖങ്ങളെ സമമായി കാണുവാൻ സകലേശായി കനിയണേ. നിത്യവും തവ നാമപുഷ്പങ്ങൾ എൻ്റെ നാവിൽ വിരിയണേ. മാനസത്തിൽ ശ്രീകോവിലിൽ ദേവ പൂജാബിംബമായി